അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സീരീസ് കുറച്ചൊന്ന് നിർത്തിവെച്ചതായിരുന്നു, നമ്മളുടെ കുറച്ച് തിരക്കുകളും മറ്റു കാരണം കൊണ്ട്. പക്ഷേ നമ്മൾ ഈ സീരീസ് കുറച്ചൊന്ന് നിർത്തിവെച്ചെങ്കിലും അവർ നുണ തീരെ നിർത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി തുടങ്ങുകയാണ്. അപ്പോൾ എനിവേ ഇതുവരെ 13ഓളം നുണകൾ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു നുണയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇതുവരെ 13 നുണകൾ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതിലേതോ ഒന്നോ രണ്ടോ എണ്ണത്തിനാണ് അവർ മാപ്പ് പറഞ്ഞ് തിരുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിനായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിവേ അടുത്ത ഒരു നുണയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ പോയി ഈ ഒരു മതവിരോധി നടത്തിയിട്ടുള്ള പച്ചയായ നുണ നമുക്കൊന്ന് ആദ്യം കാണാം. അതിനുശേഷം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതിലേക്ക് നമുക്ക് കേൾക്കാം. ഒരു മിനിറ്റ്, പ്രവാചകനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞു. പ്രവാചകന്റെ ഞാൻ പഠിച്ചിടത്തോളം ഒരു ജൂതന്റെ മൃതശരീരം വന്ന സമയത്ത് തന്റെ അനുയായികളോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിങ്ങളെ കള്ളത്തരം പറയുന്നത്, നിങ്ങൾ വളരെ മോശമായി സംസാരിക്കുന്നത്, നിങ്ങൾ അതൊന്നല്ലേ നിങ്ങൾ അതൊന്നും പറയാനില്ല. അപ്പൊ പ്രവാചകനോട് പറഞ്ഞു അത് ജൂതനാണോ, അത് മലക്കാണെന്ന് വിചാരിച്ചിട്ടാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. തന്നെയുമല്ല, ഒരിക്കലും ഒരു മതത്തെയും അട്ടിയൊടിക്കാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ഇസ്ലാം മതം പറയാൻ എനിക്കറിയില്ല. ഞാൻ പഠിച്ച സ്ഥലം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കള്ള ഹദീസാണ്. ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് ജൂതന്റെ മയ്യത്താണെന്ന് പറഞ്ഞപ്പോൾ അതൊരു മനുഷ്യന്റെ മയ്യത്താണ് എന്ന് പറഞ്ഞ ആ ഒരു അലൈസത്ത് നഫ്സ എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു കള്ള ഹദീസാണ്. മറ്റേ ആള് ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉദ്ധരിക്കുമ്പോൾ തന്നെ മൂപ്പര് തുടങ്ങുകയാണ്, ഇതൊരു കള്ള ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അതൊരു മലക്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ് എന്ന രൂപത്തിലും അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഇങ്ങനൊരു ഹദീസ് ഉണ്ടോ എന്നുള്ളതിലേക്കാണ്, അല്ലേ? ബുഖാരിയിൽ അടക്കം ഉള്ളൊരു ഹദീസാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഹീൽ ബുഖാരിയിലുള്ള ഹദീസ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്നത് കള്ള ഹദീസാണെന്നാണ്. ആ ആശയം വരുന്ന സഹീൽ ബുഖാരിയിലെ 1312 ഹദീസ് പ്രകാരമാണ്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറത്ത് ബിഹി ജിനാസത്തുൻ ഫഖാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടെ ഒരു മയ്യത്ത് കടന്നുപോയി, അതായത് ശവശരീരം കടന്നുപോയി, അതായത് ആളുകൾ അതിനെ പൊന്തിച്ചുകൊണ്ടുപോയി. ആ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഫഖീല ലഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, കാരണം അതൊരു ജൂതന്റെ മൃതദേഹമായിരുന്നു. അപ്പോൾ സ്വഹാബിമാരാകെ അത്ഭുതപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. കാരണം ജൂതന്മാർ ചില കരാറുകൾ ലംഘിച്ചതുകൊണ്ട് തന്നെ അവരോട് ചില കടുത്ത നിലപാടുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ജൂതന്റെ മയ്യത്ത് കടന്നുപോയപ്പോൾ അതിന് ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹാബത്തിന് സംശയമായി, ഇതെങ്ങനെ മതപരമായി ശരിയാകും എന്നുള്ള സംശയമായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് അറിയിക്കുന്നുണ്ട്, ഇത് ജൂതന്റെ മയ്യത്താണ് കേട്ടോ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ച് എഴുന്നേറ്റതാകാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫഖീല ലഹു ഇന്നഹാ ജിനാസത്തു യഹൂദിയൻ, ഇത് ജൂതന്റെ മയ്യത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അലൈസത്ത് നഫ്സൻ, അതൊരു ആത്മാവല്ലേ എന്ന മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ആത്മാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം എന്നാണ്. അതിന് ഏത് ആത്മാവിന് വേണ്ടിയും എഴുന്നേറ്റ് നിൽക്കാം. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ നിർദ്ധരിച്ചെടുത്ത തത്വം അതാണ്. അത് ഒരു കാഫിറിൻ്റെതാണെങ്കിലും ഇസ്ലാമികപരമായിട്ടുള്ള പദം അതായത് കാഫിർ എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അവരാണെങ്കിൽ പോലും അവരുടെ മയ്യത്തുകളാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുക, ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഒരു മതപരമായി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമായി പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്. ഈ ഹദീസാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്, ഏറ്റവും വിശ്വാസയോഗ്യമായ ഹദീസ് ഗ്രന്ഥത്തിലുള്ളത്. അതെങ്ങനെ കള്ള ഹദീസാവുക? അപ്പൊ അത് തന്നെ ഒരു കളവാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളവ് അതാണ്. ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ അത് കള്ള ഹദീസാണെന്ന് പറഞ്ഞ് ഇന്ററപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല, പിന്നെ ആ അധ്യായം തന്നെ വളരെ ക്ലിയർ ആയിട്ട്, അദ്ദേഹത്തിന്റെ പേര് തന്നെ ബാബു മൻ ഖാമ ലി ജനാസത്തി യഹൂദി എന്നാണ്. അതായത് ജൂതന്റെ മയ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന അധ്യായം, അതിനെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായം തന്നെ സ്വഹീൽ ബുഖാരിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വളരെ സ്വഹീഹായ സനദോടുകൂടിയുള്ള ഒരു ഹദീസാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇത്രയും പച്ചയായ എന്നാണ്
ചാനലിൽ പോയിട്ട് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ ചാനൽ ചർച്ചയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഹദീസുകളെ കുറിച്ച് അറിയുണ്ടാവില്ല, അതിന്റെ സനദിനെ കുറിച്ചോ. ഈവൻ അത്യാവശ്യം ധാരണയുള്ള ആളെങ്കിൽ പോലും പെട്ടെന്ന് സനത് ചെക്ക് ചെയ്യാൻ ചിലപ്പം പറ്റിക്കൊള്ളൊന്നുമില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് ഞങ്ങൾ എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, നുണ പറയാൻ ഞങ്ങളുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സത്യം പറയാൻ പറ്റൂല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും വളരെ ക്ലിയർ ആയിക്കൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസിൽ ഈ പറഞ്ഞ അതേ ആശയം എന്താണോ മറുഭാഗത്തുള്ള വ്യക്തി പറഞ്ഞത്, അതേ സംഭവം സ്വഹീഹായി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം കള്ള ഹദീസാണെന്ന് പറഞ്ഞത്. ഇത് തെറ്റല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കളവല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഹദീസില്ലാന്ന് തെളിയിക്കണം. ഞങ്ങൾ കൃത്യമായി ഹദീസ് നമ്പർ അടക്കം ബുഖാരിയിലെ ആ അധ്യായമടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. മറുഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ച വ്യക്തി പറഞ്ഞ അതേ സംഭവം അതേപോലെ സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്, ഏറ്റവും ആധികാരികമായ ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് സ്വഹീഹായ ഹദീസായിക്കൊണ്ട് ഞങ്ങളിതാ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞത് നുണയല്ലാതാവുള്ളൂ. അതല്ലാതെ മറ്റു റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യില്ല, ഇതൊരിക്കലും നുണയല്ലാതാവില്ല. ബാക്കി ഒരു അദ്ദേഹം പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഒരു മലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണത് എന്നാണ് പറയുന്നത്. അതെ, ഈ വിഷയത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറയുന്നുണ്ട്. ഇവിടെ 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, മരണം എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ മരണം സംഭവിക്കുന്നു, അതിനോടുള്ള റെസ്പെക്റ്റ് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത്. മരണം എന്ന് പറയുന്നതിൻ്റെ അതൊരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തേണ്ട, നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭയാനകമായ അവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളത്. രണ്ടാമത്, ഈ പറഞ്ഞതുപോലെ മലക്കുകൾ ഉണ്ട്, മലക്കുകൾ അവരെ ചുമന്നു പോകുന്നുണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളത്. മൂന്നാമത്തത്, അതൊരു നഫ്സാണ്, അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതൊരു ജീവനുള്ള വസ്തുവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 കാരണങ്ങളുണ്ട് എന്ന് വ്യത്യസ്ത ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ജമ്മ് ചെയ്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എനിക്കിവിടെ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, മുമ്പൊരിക്കൽ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള നുണ പറയുന്ന വേറൊരു വ്യക്തി പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്നതുപോലെയാണ് എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് മനുഷ്യനൊന്നും എവിടെയുമില്ല, എവിടെയുമില്ല, നഫ്സ് എന്ന് കാണിച്ചു തന്നാൽ എന്താണ്, ഞാനിപ്പം യുക്തിവാദം നിർത്തി ഇപ്പം ഇസ്ലാം സ്വീകരിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മളത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നഫ്സ് എന്നുണ്ട്, പക്ഷെ മറ്റടുത്ത് മുസ്ലിമുണ്ട്, രണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ ആദ്യം നമ്മൾ നഫ്സിന്റെ വിഷയമാണ് പറഞ്ഞത്, അപ്പം അത് കള്ള ഹദീസാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മലക്കുണ്ട് എന്നാണ് പറയുന്നത്. മലക്കുള്ളതുകൊണ്ട് നഫ്സ് ഇല്ലാണ്ടാവുന്നില്ല. ഏതുപോലെ ഇവിടെ മുസ്ലിമിനെ കൊന്നാൽ എന്നുണ്ട് എന്നതുകൊണ്ട് മനുഷ്യനെ കൊന്നാൽ പ്രശ്നമാണ് എന്നുള്ളത് ഒഴിവാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വളരെ ക്ലിയർ ആണ്. ഈ പറഞ്ഞ പോലെ നസായിയിൽ ഉദ്ധരിച്ച ഹദീസാണെന്ന് തോന്നുന്നുണ്ട്. മലക്കുകളുടെ വിഷയം പറയുന്ന ഹദീസ് ഉണ്ട്, മലക്ക് ഉള്ളത് കൊണ്ട് എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. അതേപോലെ ബുഖാരിയിൽ എന്തുണ്ട്, അത് അലൈസത്ത് നഫ്സ എന്ന് പറയുന്നത്, നഫ്സ അതൊരു ആത്മാവല്ലേ എന്ന രൂപത്തിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാരത് ജമ്മ ചെയ്തുകൊണ്ട് ഇത് രണ്ടും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് ഒന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റതില്ല എന്ന്, അതില്ല, കള്ള ഹദീസാണ്, ഇല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നത് പച്ചയായ കളവാണ്, പച്ചക്കളവുകളാണ് ചാനലുകളിൽ പോയിട്ട് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമുക്ക് വീണ്ടും പറയാണ്, അത്ഭുതമോ അല്ലെങ്കിൽ ആശ്ചര്യമൊന്നുമില്ല. കാരണം സ്വയം നുണ പറയുമെന്ന് പറഞ്ഞ ഒരു സ്വയം പ്രഖ്യാപിത നുണയനാണ്. കാരണം ഞാൻ ചറപറാ നുണ പറയും എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്തിരുന്നുണ്ട്, നമ്മൾ ഇനി എടുത്ത് വീശുള്ളൂ, ബാക്കി നിങ്ങളെ പാടായി നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്, ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചാനലിൽ പോയിട്ടും സ്വന്തം ചാനലിലും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ടൈറ്റിലിനോട് കാണിക്കുന്ന ഒരു നീതിയാണല്ലോ. ഞാൻ സ്വയം പ്രഖ്യാപിത നുണയും പിന്നെ നുണയല്ലാതെ വേറെ ഒന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആളുകളോടാണ് നമുക്ക് പറയാനുള്ളത്, കൃത്യമായി തെളിവ് ഉദ്ധരിച്ചുകൊണ്ട്, റഫറൻസ് ഉദ്ധരിച്ചുകൊണ്ട്, അതിൻ്റെ അറബിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹാജരാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞങ്ങളിവിടെ ഹാജരാക്കിയിരിക്കുന്നു. ഇദ്ദേഹത്തിന് ഒരല്പമെങ്കിലും തരിമ്പെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, തരിമ്പെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയണം. അല്ലാതെ വേറെ ആരെങ്കിലും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിന് മറുപടിയാകില്ല. ഇതിന് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞു, കൃത്യമായി ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ഉണ്ട് എന്നുള്ളതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കി. അതിന് ഏതെങ്കിലും രൂപത്തിൽ മറുപടി പറയാൻ, അതിനെ ഞാൻ പറയുന്നത് കളവല്ല എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും രൂപത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ഏകദേശം 10-13 നുണകൾ 2-3 സമ്മതിച്ചെങ്കിലും ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുന്നത് പോലെ ഇതും അവിടെ കിടക്കാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ലാസ്റ്റിൽ മൂപ്പര് പറഞ്ഞിട്ടായിരുന്നു മറ്റു മതങ്ങളോട് ഇസ്ലാമിന്റെ സമീപനം എന്താണെന്നുള്ളത്. അതിനെല്ലാം ആരിഫ് നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തന്നെ പലവട്ടം ആരിഫിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പം 60-ാം അധ്യായം 8-9 വചനങ്ങളിലൊക്കെ തന്നെ എന്താണ്, മുസ്ലിങ്ങളോട് അതിക്രമം കാണിക്കാത്ത, ആക്രമിക്കാത്ത ആ മുസ്ലിങ്ങളോടുള്ള നിലപാട് എന്താണ് എന്നുള്ളത്. അതേപോലെ
4-ാം അധ്യായം 105-ാമത്തെ വചനത്തിൽ ഒരു മുസ്ലിം ഒരു പടയങ്കി മോഷ്ടിക്കുകയും എന്നിട്ട് ജൂതൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കുകയും ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഓക്കെ, ആ മുസ്ലിം ഉണ്ടാക്കിയ തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനെതിരെ വിധിക്കുകയും ഖുർആൻ അങ്ങനെ ചെയ്യരുത്, അഥവാ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ചു വന്നിട്ടുള്ളത് സത്യം വേർതിരിച്ച് അല്ലെങ്കിൽ നീതിയുക്തമായി വിധിക്കാൻ വേണ്ടിയാണ്, ഇവിടെ ന്യായം ജൂതൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞുകൊണ്ട് ജൂതനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വചനങ്ങൾ വരെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. യെസ്. അപ്പോൾ ആ രൂപത്തിലടക്കം ജൂതനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് മതസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഇദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകൾ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ എത്ര തെളിവുകൾ ഹാജരാക്കിയാലും എത്ര തന്നെ റെഫറൻസുകൾ കൊടുത്താലും ഞാൻ എൻ്റെ പണി അത് ചെയ്തുകൊണ്ടേയിരിക്കും. സ്വയം പ്രഖ്യാപിത നുണയനായിക്കൊണ്ട് നുണ പറയും എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചെയ്യാനില്ല. പക്ഷേ അദ്ദേഹത്തോടല്ല നമുക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ കേട്ടിരിക്കുന്ന ആളുകളോട് ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കുവാൻ തയ്യാറാവണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇനിയും ഒരുപാട് നുണകളുണ്ട്, അതെല്ലാം നമുക്ക് വഴിയെ ഇൻഷാ അല്ലാഹ് ഈ ഒരു സീരീസിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.